ഗെയിം പ്ലേ വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. സോ ഗൈസ്, ഇപ്രാവശ്യം നമ്മൾ ഗ്രാനി ആയിട്ടാണ് കളിക്കാൻ പോകുന്നത്. ഐ മീൻ ഗ്രാനി ഉണ്ടാവും, അപ്പൂപ്പനൊന്നുമില്ല, നമ്മളെ മുത്തച്ഛി മാത്രമേ ഉള്ളൂ വീട്ടിനകത്ത്. പുള്ളിക്കാരൻ ടൂർ പോയി. ഗൈസ്, ഇന്ന് നമ്മൾ ട്രെയിൻ എസ്കേപ്പാണ് സുഹൃത്തുക്കളെ നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. ഗൈസ്, കുറേ ട്വിസ്റ്റും ഒക്കെ വരുന്ന ഗെയിം പ്ലേ ആണ്. സോ ഗൈസ്, എല്ലാവരും മാക്സിമം ഗൈസ് ലൈക്ക് അടിക്കാൻ പറയാൻ മറന്നുപോയി. സോ നമ്മുടെ ഇന്നത്തെ ലൈക്ക് ടാർഗറ്റ് ഗൈസ് 15K ആണ്. ഗൈസ് 15K ഗൈസ്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ ഗൈസ്. ഇൻസ്റ്റയിൽ ഫോളോ ചെയ്യാത്ത മെയിനായിട്ടൊന്ന് ഫോളോ ചെയ്യാം. നമ്മൾ റോഡ് ടു 10K ആണ്. സോ ഗൈസ് മാക്സിമം ഒന്ന് ഫോളോ ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓക്കെ ഗൈസ്, നമുക്ക് നേരെ നമ്മുടെ വീഡിയോ ഇട്ടുക. ഓ ലോക്ക് ഗൈസ്, ഇതിനകത്ത് ലോക്ക് കഴിക്കുന്നതാണ് ഏറ്റവും മറ്റേ ഒരു കഷ്ടമുള്ള പരിപാടി. ഓക്കെ, പകുതിയിലൊക്കെ പുള്ളിക്കാരി തന്നെ ഒന്ന് അഴിച്ചോളും, അതുകൊണ്ട് കുഴപ്പമില്ല. ഓക്കെ ഗൈസ്, ആദ്യം ഇതിനകത്ത് എന്തെങ്കിലും ഉണ്ടോ നോക്കാം. ഇല്ല ഗൈസ്, ഇതിനകത്തൊന്നുമില്ല. സോ പിന്നെ ഇനിയിപ്പോൾ അവിടെ ഉണ്ടോ നോക്കാം. മച്ചാൻ, എന്താണ് പരിപാടി? മൂപ്പരവിടെ വൈബ് അടിച്ചിരിക്കുക. അവിടെ ഇരുന്നോട്ടെ, പുള്ളിക്കാരൻ നൈസായിട്ട് ഇരുന്നോട്ടെ. ഓ ഓ വീണ്ടും ലോക്ക് ഗൈസ്. ഈ മുടിഞ്ഞ ലോക്ക് ചെയ്ത് എന്തിനാണ് ഈ അമ്മച്ചി ഇതിനൊക്കെ ലോക്ക് ഇട്ട് വെച്ചേക്കണേ? ചേട്ടേ, ഒരു വിധത്തിൽ ഈ അമ്മച്ചി നമ്മൾ ജീവിക്കാൻ സമ്മതിക്കത്തില്ല. ഓക്കെ, സോ ഗൈസ് നമുക്ക് ആദ്യം പോയിട്ട് നമുക്ക് കാറിനകത്ത് എന്താ നോക്കാം. പുറത്തെ വാതിലും തന്നാൽ നമുക്ക് എങ്ങോട്ട് വേണേലും ഓടാം, കുഴപ്പമില്ല. അമ്മച്ചി വരുമ്പോൾ കണ്ടം വഴി ഓടാൻ ഒരു പ്രയാസമില്ലാതെ ഓടാം. ഇരിക്കട്ടെ, നമുക്ക് ആദ്യം മൊത്തം ഒന്ന് ചീറ്റിക്കറങ്ങും. വെറുതെ അമ്മച്ചിനെ താഴെ അടിച്ചിട്ടിട്ട് കാര്യമില്ല. ഇതിനകത്ത് ഈ കല്ല് പെറുക്കാനാണ് പണി. കല്ല് കിട്ടുകയില്ല. നന്നായി കണ്ടം വഴി ഓടിക്കൊണ്ടിരിക്കുമ്പോൾ കല്ല് കിട്ടാത്ത എന്തൊരു കഷ്ടമാണ്. സോ അങ്ങനെ വളരെ വിജയകരമായ മുന്നേറ്റത്തിലാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് മറ്റേ വെപ്പൺ കീ കിട്ടി, ഫസ്റ്റ് തന്നെ അത് കിട്ടിയ ഈ ഗെയിമിൻ്റെ ഒക്കെ ഹൊറർ ഗെയിംസിൻ്റെ ഒക്കെ ഒരു ആധാരം എന്ന് പറയുന്നത് തന്നെ ഈ വെപ്പൺ കീ ആണ്. ആ സാധനം കിട്ടി നമുക്ക് പകുതി കളി ജയിക്കാം. പക്ഷെ അപ്പോൾ നമ്മൾ ഒരു റൗണ്ട് വീട് മൊത്തം ഒന്ന് മറ്റേ മുറ്റം മൊത്തം ഒന്ന് ചുറ്റിക്കറങ്ങി. ഒരു കുഴപ്പമില്ല, നല്ല മുറ്റം. വേറെ ഒരു തേങ്ങ കിട്ടിയില്ല. അല്ല മനെ, ആരാ പോണത്? അമ്മച്ചേ പോവാണോ? പുള്ളിക്കാരൻ നൈസായിട്ട് മേലോട്ട് കയറിപ്പോയി. ഓ, ഹാർട്ട് അറ്റാക്ക് ഒഴിവായി കിട്ടി, വലിയൊരു ഹാർട്ട് അറ്റാക്ക്. ഇനി നമുക്ക് ഇവിടെയൊക്കെ നോക്കാം. ഇവിടെ എന്താണല്ലേ? ഒന്നുമില്ല. ഓക്കെ ഗൈസ്, ഇതിനകത്ത് എന്തെങ്കിലും ഉണ്ടാവും. കുറേ എയർ ഉണ്ട് ഇതിനകത്തോ. എടാ, ഒന്നിനകത്തൊന്നുമില്ലേ? ചതിച്ചു ഗൈസ്, ചതിച്ചു. ഹാവ് ഗൈസ്, വിറക് കിട്ടി. വിറകുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ കാക്കേൻ്റെ മൂട്ടിൽ തീടാം. കാക്കയെ നോക്കിയിരുന്നോ? മൂട്ടിലിപ്പോൾ തീയത്തും. ഓക്കെ, സോ ഗൈസ്, അപ്പോൾ ഏകദേശം നമ്മുടെ ഈ താഴത്തെ ഫ്ലോറിൽ ഒരു തേങ്ങാക്കൊള്ളിയും കിട്ടിയില്ല മര്യാദയ്ക്ക്. ആകെ ഒരു മറ്റേ മരക്കൊള്ളി മാത്രമേ കിട്ടിയുള്ളൂ. മതി ഗൈസ്, അത് മതി. നമുക്കിനി മേലത്തെ ഫ്ലോറിൽ പോവാം. ആദ്യം അമ്മച്ചിത് എവിടെയാണുള്ളത് നോക്കണം. ഓ ഗൈസ്, നമ്മുടെ ലിഫ്റ്റിന്റെ കാര്യം നമ്മൾ മറന്നുപോയി. ഓക്കെ, സോ നമുക്ക് നേരെ നമ്മുടെ മേലോട്ട് വിടാം. പോകുന്നില്ല, അനങ്ങുന്നില്ല. ഓക്കെ, സാധനം അണങ്ങി തുടങ്ങി. നമുക്ക് എങ്ങനെ ഈ ഫ്ലോറിൽ തന്നെ മാക്സിമം ഒന്ന് ഇടാൻ നോക്കാം, ഐ മീൻ ഇറങ്ങാൻ നോക്കാം. ഓക്കെ ഗൈസ്, നമ്മളെങ്ങനെയൊക്കെയോ സാധനം ഇറങ്ങിയിട്ടുണ്ട്. എൻ്റെ അമ്മച്ചിനി എവിടെയാണാവോ? അമ്മച്ചി എവിടെയാണ്? ഗൈസ്, ഇവിടെ ഒന്നും ഇല്ല എന്തായാലും. ഓക്കെ, നമ്മൾ വളരെ സൂക്ഷിച്ച് പോയില്ലെങ്കിൽ അമ്മച്ചി സൂക്ഷിച്ച് വന്നടിക്കും. അമ്മച്ചി എവിടെയാണോ എന്തോ. ഗൈസ്, അപ്പോൾ ഈ റൂമിലൊന്നുമില്ല. ഐ മീൻ ഈ റൂമിൽ വന്നിട്ടും കാര്യമൊന്നുമില്ല. മറ്റേ സേഫ്റ്റി വേണം, എന്നാലേ കാര്യമുള്ളൂ. ഗൈസ്, നമ്മളെ പറ്റിച്ച്. ഈ വീട്ടിൽ അതൊന്നുമില്ല. നമ്മൾ എത്ര നടന്നു ഗൈസ്, ഒരു തേങ്ങയും കിട്ടിയില്ല. പോകുന്നിടത്ത് ഒരു വെപ്പൺ കീയും ഒരു മറ്റേ പല കഷ്ണമാണ് നമുക്ക് ഇതുവരെ കിട്ടിയിട്ടുള്ളത് കേട്ടോ. ഓക്കെ, എന്തായാലും നമുക്ക് ഈ റൂം മാത്രം അമ്മച്ചി തുറന്നില്ലേ? ബട്ട് വൈ തുറക്കായിരുന്നു. ഓക്കെ, എവിടെ എന്താണേ? റൂമിലെന്താണേ? ഗൈസ്, ഈ വീട്ടിനകത്തൊന്നുമില്ല സത്യം പറഞ്ഞാൽ. നമ്മളിനി എന്ത് ചെയ്യും? സോ ഗൈസ്, നമുക്ക് കാര്യം ചെയ്യാം. നമുക്ക് മറ്റേ വിറകെടുത്തിട്ട് നമ്മുടെ മേലെ കൊണ്ട് വെക്കാം. പക്ഷേ അതിനിടയ്ക്കാണ് ഗൈസ് നമ്മൾ പ്ലാങ്ക് ഉണ്ട്. അപ്പോൾ ഈ സാധനം വെച്ച് ആ റൂമിൽ എന്താണെന്ന് നോക്കാം. നമ്മുടെ ഈ പ്ലാങ്ക് വെച്ച റൂം എത്തുമല്ലോ, ആ റൂമിനകത്ത് കയറിയിട്ട് എന്താണെന്ന് നോക്കാം. ഞാൻ നൈസായിട്ട് ഈ മറ്റേ മരക്കഷ്ണം ഇവിടെ ഇട്ട്. ഇപ്പം ചിലപ്പോൾ അമ്മച്ചി വരാൻ ചാൻസ് ഉണ്ട്. ഇവിടെ നിന്നൊക്കെ വന്നാൽ പിന്നെ തീർന്ന് ചത്ത്. ഓക്കെ ഗൈസ്, നമുക്ക് നൈസായിട്ട് സാധനം കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഷറവടായി ഒന്ന് മേലേക്ക് പോവാം. അവിടെ പോയിട്ട് മറ്റേ ഈ സാധനം വെച്ചിട്ട് തിരികിയിട്ട് മറ്റേ റൂമിലോട്ട് പോയി നോക്കാം. സംഭവം അമ്മച്ചി ഇവിടെ ഉണ്ടാവില്ലായിരിക്കും ഗൈസ്. അങ്ങനെ നമ്മൾ പ്ലാങ്ക് വെക്കാനെത്തി. ഓക്കെ, ഈ റൂമിൽ ഗൈസ് എന്തെങ്കിലും ഉണ്ടാവുമായിരിക്കും ഗൈസ്, മീൻ നമ്മുടെ മറ്റേ റൂമിൽ. സോ എന്തെങ്കിലും കിട്ടാതിരിക്കില്ല, കിട്ടണ്ടയാണ്. ട്രെയിൻ എസ്കേപ്പ് ഈ സാധനം കിട്ടിയിട്ട് എവിടെ വെച്ച് തിരിക്കാനാ ഗൈസ്? ഇതുകൊണ്ട് കാര്യമില്ല. അയ്യോ ഗൈസ്, ഇപ്പം നമുക്ക് നിലവിൽ ഒരു തേങ്ങയും കിട്ടിയിട്ടില്ല കേട്ടോ. ഓ, നമുക്ക് എന്നാൽ പിന്നെ പുറത്തേക്ക് പോവാം. ശേ, നമുക്കൊരു കാര്യം ഗൈസ്, വെപ്പൺ കീ വെച്ച് എന്തെങ്കിലും പരിപാടിയൊക്കെ ചെയ്യാൻ പറ്റുമോ നോക്കാം. ഓക്കെ, അല്ലെങ്കിൽ പിന്നെ അവിടെ എന്തെങ്കിലും ഇല്ല, അവിടെ ഒന്നും ഉണ്ടാവില്ല. ഓക്കെ, സോ എന്തെങ്കിലും ചെയ്യാം ഗൈസ്. ഇവിടുന്ന് താഴേക്കാടെ ആത്മഹത്യ ചെയ്താലോ? എന്തായാലും ആവട്ടെ, നമുക്ക് പുറത്തേക്ക് ഇറങ്ങാം. അതാ നോക്കൂ, മുറ്റത്തൊരു മൈന. ഓ ഗൈസ്, എൻ്റെ അമ്മ ഗൈസ്, കുറച്ചൊരു 2 മിനിറ്റ് മുന്നേ നമ്മൾ അങ്ങോട്ട് പോയിരുന്നെങ്കിൽ ഇപ്പം പടമായേനെ. പക്ഷെ പുള്ളിക്കാരോടെ ബ്രേക്ക് ഇട്ട് നിന്ന്. നേരിണ്ട ഇങ്ങോട്ട് വാടോ, ഇങ്ങോട്ട് വാ.
ഞാൻ വേണേ അങ്ങോട്ട് നോക്കും ഇങ്ങോട്ട് നോക്കും. കണേ അവിടെ വരെ വരാം. കണ്ടോ അമ്പ കൈസ് അടുത്തേക്ക് വന്നപ്പോ പെട്ടെന്ന് നമ്മളെ ജിഞ്ചിഞ്ഞാക്കിടി. ഇങ്ങോട്ട് വരാൻ പറ്റില്ല കൈസ്, പേടിയാ. അയ്യോ അയ്യോ പേടിയേ, അയ്യോ. ഓക്കെ, ഞാൻ ഇരുന്ന് എണീക്കട്ടെ. ഞാൻ വേണേ അവിടെ വരെ വന്നിട്ട് തിരിച്ചു വരട്ടെ. കൈസ് സത്യം പറഞ്ഞാൽ അമ്മച്ചിക്ക് പ്രാന്ത് വരുന്നുണ്ടാവും. ഇങ്ങോട്ട് വരാനും പറ്റൂല. നമ്മളാണ് ഇവിടെ നിന്ന് കുച്ചിപ്പൊടിയും കളിക്കുന്നുണ്ട്. 1 week later. കൈസ് അപ്പൊ അങ്ങനെ അമ്മച്ചി നൈസായിട്ട് പോകുന്നുണ്ട് കേട്ടോ. തരത്തി പോയി കളി അമ്മച്ചി. സർപ്രൈസ്. പുള്ളിക്കാരി വീണ്ടും കുറെ നേരം അവിടെ നിൽക്കാണ്. ഞങ്ങൾ നമ്മൾ കണ്ണോട് നോക്കിയിരിക്കുന്നു. കണ്ണും കണ്ണും തമ്മിൽ തമ്മിൽ. ഗൈസ് ഇനി നമുക്കൊരു കാര്യം ചെയ്യാം. നമുക്ക് ഈ സൈഡിൽ കൂടെ ചാടി പോവാം. അമ്മച്ചി ഞാൻ താഴേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് താഴത്തെ ആ ഒരു ഫ്ലോർ അങ്ങോട്ട് എക്സ്പ്ലോർ ചെയ്യാം. ഓക്കെ, നമുക്ക് മറ്റേ ട്രെയിൻ എസ്കേപ്പിന് പറ്റി എന്തെങ്കിലുമൊക്കെ വേണം ആ ഫ്ലോറിൽ നിന്ന് കിട്ടുമായിരിക്കും. ഐ മീൻ നമ്മുടെ മറ്റേ ഇവിടെ ഒരു റൂം ഉണ്ടല്ലോ, നമുക്ക് കാണിച്ചു തരാം ഗൈസ്. നമുക്ക് എല്ലാം സെറ്റാക്കാം. ഓക്കെ, സോ നമ്മളെ ടിക്കറ്റ് എടുക്കണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ ടിക്കറ്റ് എടുത്താലേ ഗൈസ് ഇവന്മാരൊക്കെ പ്ലാറ്റ്ഫോമിൽ കയറ്റാൻ പറ്റൂ. അതെന്ത് പരിപാടിയാണ് നോക്കണേ. അപ്പോൾ അതിലൊക്കെ ഓൾറെഡി തുറന്നിട്ടേക്കുക. ഫ്യൂസ് ഉണ്ട് അവിടെ, ഫ്യൂസ് കിട്ടിയിട്ടുണ്ട്. ഇതെന്തത് ഫ്യൂസ്? വേറെ ഒന്നുമില്ല. ഇനിയിപ്പോൾ ഒരു കാര്യം അമ്മച്ചി വരുന്നവരെ കാത്തു ചെയ്യാം. അയ്യോ സീനായി. നമുക്ക് ഉപകരിക്കുന്ന ഒന്നും കിട്ടിയില്ല എന്ന് ആലോചിക്കുമ്പോഴാണ് കഴിച്ച ഒരു സങ്കടം. ഇതുവരെ ഒന്നും കിട്ടിയില്ല. നമ്മൾ കുറച്ച് നേരമായി കളി തുടങ്ങിയിട്ട്. ഞാൻ അവിടെ കുറച്ച് നേരം ഇരിക്കാൻ തുടങ്ങിയിട്ട് പുള്ളിക്കാരനെ കാണുന്നില്ല. ചിലപ്പോൾ വരേണ്ടതാണ്. ഇവിടെ പോയി ആശാനെ പോയി. ഇല്ല കൈസ് ഇല്ല, വരുന്നില്ല. നമുക്കൊരു കാര്യം ചെയ്യാം, ഉള്ളിൽ പോയി വിളിക്കേണ്ടി വരും തോന്നുന്നുണ്ട്. അവിടെ മറ്റേ മണി പൊട്ടിയിട്ടുള്ള പരിപാടി ഉണ്ടല്ലോ. കൈസ് നൈസായിട്ട് തല പുറത്തേക്ക് ഇട്ട് നോക്കിയാൽ പുള്ളിക്കാരി വരുന്നുണ്ടോയെന്ന് അറിയായിരുന്നു. പക്ഷേ ജസ്റ്റ് മിസ് കൈസ്, ഇല്ലെങ്കിൽ തല ട്രെയിനിനുള്ളിൽ കിടന്നേനെ. അമ്മച്ചി പോ പ്ലീസ്, ഞാനൊന്ന് ജീവിച്ചോട്ടെ. ഇനിയിപ്പോൾ ഇവിടെ പോയി വാതിലൊക്കെ അടച്ചിട്ട് എൻ്റെ അമ്മോ ഈ അമ്മച്ചി ജീവിക്കാൻ സമ്മതിക്കൂലല്ലോ. ഓക്കെ, സോ ഇവിടെ ഞാനുണ്ട്, ഇങ്ങോട്ട് പോയോ. ഗൈസ് നമ്മൾ വളരെ തന്ത്രപരമായി, വളരെ തന്ത്രപരമായിട്ട് നമ്മൾ മണിയുടെ ഒച്ച ഉണ്ടാക്കി പുള്ളിക്കാരൻ അങ്ങോട്ട് പറഞ്ഞു വിട്ട്. കണ്ട പോണ പോക്ക് കണ്ട. ഓക്കെ, സോ പുള്ളിക്കാരൻ അമ്മച്ചി ടാട്ടോ അവിടെയൊക്കെ നോക്കിയിട്ട് പോവാ. എൻ്റെ പൊന്നോ ഗൈസ്, ജസ്റ്റ് മിസ്സാണ്. ഇങ്ങനെയൊക്കെ ഒരു രസപ്പെട്ട്. ശാസ്തി മച്ചാനോട് ഹായ് പറയാൻ മറന്നുപോയി. സോറി മച്ചാനെ, അടുത്ത പ്രാവശ്യം വരുമ്പോൾ പറയാം. ആദ്യം നമുക്കിനി നമ്മുടെ എക്സ്പ്ലോറേഷൻ തുടങ്ങാം. നമുക്ക് ആദ്യം വെപ്പൺ കീ എടുക്കാം, അതാ നല്ലത്. ആദ്യം കല്ല് വെറുക്കട്ടെ. എന്തൊക്കെയപ്പോൾ ആദ്യം ചെയ്യണ്ടേ? ഇപ്പം ആദ്യം ചെയ്യേണ്ട ലിസ്റ്റ് തന്നെ 10-20 ഉണ്ടല്ലോ. ഗൈസ് നമുക്ക് കല്ല് ഒരെണ്ണം കൂടി വേണം. കല്ലിന് ഇത്രയും ക്ഷാമോ? എന്തുവാടേ, ഒരു കല്ല് തരാൻ ആരും ഇല്ലേ? ഓക്കെ, സോ ഒരു കല്ലും കൂടി കിട്ടി എങ്ങനെയൊക്കെയോ. നൂറ്റാണ്ടുകൾക്ക് ശേഷം വെച്ചാൽ കല്ല് കിട്ടണേ. ഓക്കെ, നമുക്കിനി ഇവിടെ കാറിൻ്റെ സൈഡിൽ ഡോറിൻ്റെ ഇടയിൽ കൂടെ കുത്തിയിരിക്കാം. പുള്ളിക്കാരുടെ വരവും കാത്തിരിക്കാം. നമുക്ക് വെപ്പൺ കീ എടുത്തോളൂ പോവാം. അതായത് വെപ്പൺ കീ വെച്ച് മറ്റേ വെപ്പൺ. ഇതെൻ്റെ മോനെ ആരായി വന്നേക്കണേ. ഹൈ എന്താ പരിപാടി മോളൂസേ? മോളൂസ് ഏതാ തരികടാ? മെല്ലെ പുറത്തേക്കൊക്കെ ഇറങ്ങി നോക്കുക ഞാനുണ്ടോന്ന്. ആശാനെ നമ്മൾ പുറകില്ല, നമുക്ക് പുറകെ പിടിപ്പിക്കാം. അയ്യോ പെട്ടെന്ന് തിരിഞ്ഞു ചിരിച്ചു. അതെന്താ അങ്ങനെ ചെയ്തേ എനിക്ക് മനസ്സിലായില്ല. നമുക്ക് വേഗം ഓടിപ്പോയി നമ്മുടെ വെപ്പൺ കീന്ന് വെപ്പൺ എടുക്കാം. ഓക്കെ, സോ എവിടെയായിരുന്നു ഈ വെപ്പൺ കീൻ്റെ സ്ഥലം? ഇവിടെയല്ലേ? അതെവിടെ തന്നെ. പെട്ടെന്ന് പേടി കാരണം മറന്നു പോണ്. ഓക്കെ, എമ്മച്ചി കെമോൺ. എനിക്കൊന്നും ഞാൻ ഇങ്ങോട്ട് വന്നത് കയറിയത് കണ്ടിട്ടില്ല എന്ന് തോന്നുന്നു കേട്ടോ. അതായിരിക്കും പുള്ളിക്കാർ അവിടെ താഴത്തപ്പ കണക്കായിരിക്കും. അപ്പം നമുക്കൊരു സിഗ്നൽ കൊടുത്തേക്കാം. നമുക്ക് ഈ സുനാപ്പിൾ ഇവിടെ ഇടാം. വീഴടോ. വീഴുന്നില്ല സാധനം. സാധനം എന്തോ സ്റ്റെക്കായി പെട്ടെന്ന്. ഓക്കെ, ഇനി വരേണ്ടതാണ്. ഓക്കെ, സോ ബേബി കെമോൺ. എവിടെ ആശാനോടെ? ഐ ആം വെയിറ്റിംഗ് മോളൂഷേ. A few moments later. ഗൈസ് ഇപ്പൊ വരും പുള്ളിക്കാരി. ഓൺ ദ വേ ആണ്. ദേ വന്ന് കിളികൾ പറന്നത്. നീ കൊച്ചു പിള്ളേരെ പേടിപ്പിക്കല്ലേ. മണ്ട എവിടെ? സൂം ചെയ്യും മണ്ടയ്ക്ക്. അത് തന്നെ. അയ്യോ കണ്ണൊക്കെ പോയല്ലോ. എന്തുപറ്റി? അയ്യോ സോറി അമ്മച്ചി, സത്യമായിട്ടും കണ്ണല്ല കേട്ടോ അടിച്ച്. എന്നാലും കണ്ണെങ്ങനെയാ പോയേ? എൻ്റെ അമ്മച്ചി എന്നെ വിട്, ഞാൻ പോട്ടെ. എൻ്റെ ഈസത്തെ കയ്യിൽ കുന്തൊക്കെ പിടിച്ച് കിടന്നുറങ്ങണേ. എന്തായാലും വിളിക്കറി അതൊക്കെ പിടിച്ച് കിടന്നുറങ്ങണത് നല്ല രസമുണ്ട് കേട്ടോ കാണാൻ. കുന്തൊക്കെ അതേപോലെ പിടിച്ച്, കുന്തല്ല ബാറ്റ്. ഓക്കെ, കാര്യം നമുക്ക് ഇനി ഒരു ഉണ്ടയും കൂടി ഉണ്ട്. ഐ മീൻ ഒരു കല്ല്. ആ ഉണ്ട വെച്ച് നമുക്ക് നമ്മുടെ ചില്ല് തകർത്തിട്ട് അതിനകത്ത് എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാം. ഓക്കെ, നമ്മൾ വളരെ പെതുക്കെ ഇനി പോയാൽ മതി. ഗൈസ് സത്യം പറഞ്ഞൊരു സമാധാനം ആണ് കേട്ടോ നമുക്കിവിടെ ഫീൽ ചെയ്യണേ. അമ്മച്ചീനെ കൊന്ന ഒരു സമാധാനം, അതൊരു പ്രത്യേക ഫീലാണ്.
ഓക്കെ സോ അങ്ങനെ നമ്മൾ ഇതിനകത്ത് കയറി ഇതിനകത്ത് എന്തുണ്ട്? ആ 2 ഉണ്ട്. സോ നമുക്ക് ക്രോബാർ കിട്ടി. അത് വെച്ച് നമുക്ക് ആദ്യം ഇവിടുത്തെ എന്താ തുറന്നു നോക്കാം. ഇവിടുത്തെ എന്താ ഉള്ളത്? കൊട്ടത്തേങ്ങ. ഓക്കെ ആദ്യം നമുക്ക് നമ്മുടെ ഇതിനകത്ത് എന്താ ഉള്ളത് നോക്കാം. കൊട്ടത്തേങ്ങയ്ക്കകത്ത് എന്താ ഉള്ളത് നോക്കാം. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ തേങ്ങേനെ അതിക്രൂരമായി മുറിക്കാൻ പോവുകയാണ്. അതിനകത്ത് കാര്യാത്ത എന്തോ ഒരു കീ ആണ് വേണേ. എന്ത് കീ ആണെന്ന് നോക്കാം. ഇവിടെ കല്ല് ഇരിക്കുന്നുണ്ട്. കല്ല് വേഗം പെറുക്കി വെച്ചേക്കാം. ഇപ്പം പെറുക്കിയ ഇരട്ടി പെറുക്കാം. ഇവിടെ ആദ്യ സൈലുണ്ട്. ഓക്കെ നമുക്ക് സെൽഫ് കീ അവിടെ തന്നെ വെച്ചേക്കാം. പിന്നെ നമുക്ക് ആ ക്രോബാർ എടുത്തുകൊണ്ട് നമുക്ക് മേലത്തെ ആ മറ്റേ എന്താ പറയുക വീൽ ചെയറിലല്ലോ ആ സംഭവത്തിനകത്ത് കൊണ്ടുപോയിട്ടുള്ള പെട്ടിയിൽ എന്താ നോക്കാം. ഇവിടെ നമുക്ക് മറ്റേ ആക്സിലേറ്റർ കിടപ്പുണ്ട് കേട്ടോ ട്രെയിനിൻ്റെ. ഗൈസ് അപ്പോൾ നമുക്ക് ട്രെയിൻ എസ്കേപ്പിന് വേണ്ട 2 സാധനങ്ങളായി. ഒന്ന് ട്രെയിന്, ഒന്ന് മറ്റേ ആക്സിലേറ്റർ. ഇനി മറ്റേ കീയും ടിക്കറ്റൊക്കെ വേണം ഗൈസ്. എന്നാലും ഡ്രൈവർക്ക് എന്തിനാ ഗൈസ് ടിക്കറ്റ്? അതെനിക്ക് മനസ്സിലാവുന്നില്ല. അതേസമയം നമ്മുടെ അമ്മച്ചി വരുമ്പോൾ അവന് ടിക്കറ്റ് വേണ്ട. ചിലപ്പോൾ അമ്മച്ചി നേരത്തെ ടിക്കറ്റ് എടുത്തിട്ടുണ്ടാവില്ലേ? എന്തായാലും ആവട്ടെ ഗൈസ്. സോ അപ്പോൾ എന്തായാലും നമുക്ക് ടിക്കറ്റും വേണം, മറ്റേ ചില്ലറ വേണം, പിന്നെ മറ്റേ മെയിൻ സ്വിച്ച് വേണം. നമുക്ക് ആദ്യം ആ പെട്ടിനകത്ത് എന്താ നോക്കാം മേലത്തെ. ഗൈസ് അങ്ങനെ നമ്മൾ ഇവിടെ എത്തി. സോ നമ്മൾ ലിഫ്റ്റ് കയറിയാൽ മതിയായിരുന്നു, പക്ഷേ അത് പെട്ടെന്ന് ഓർമ്മയായില്ല. ഓക്കെ നമുക്കിവിടെ ഒരു കോയിൻ കിട്ടിയിട്ടുണ്ട്. ഇവിടെ ഒന്നുമില്ല. ഇനി നമുക്ക് എന്താ വേണ്ട ഗൈസ്? ഇനി നമുക്ക് നമ്മുടെ ട്രെയിനിൻ്റെ ടിക്കറ്റ് ആയി. അപ്പോൾ ഇനി ട്രെയിനിൻ്റെ കീയും വേണം, വേറെ എന്തോ തെങ്ങയും വേണം. അല്ല ട്രെയിനിൻ്റെ കീ നമുക്ക് ഓൾറെഡി കിട്ടി ഗൈസ്, അത് താഴെ നമുക്ക് കിട്ടിയായിരുന്നു. ഓക്കെ അപ്പം നമുക്കിനി വേറെ എന്തെങ്കിലും എടുക്കാൻ വേണ്ടി പോവാം. ഓക്കെ സോ അവിടെ നമുക്കിനി സ്ലിംഗ് ഷോട്ടും വേറെ എന്തൊക്കെയാണ്. എന്തായാലും നമുക്ക് താഴേക്ക് പോയി നോക്കാം. പുള്ളിക്കാരി ഉറക്കം കഴിഞ്ഞതേ ചക്കക്കുരു പോലെ എണീച്ചിറക്കണ്. അമ്മച്ചിയെ പോയി. ഇപ്പം കണ്ടേനെ, ജസ്റ്റ് മിസ്. നമുക്ക് വേഗം പോയി നമ്മുടെ സേഫ് കീ എടുക്കാം. ഓക്കെ ചിലപ്പോൾ പുള്ളിക്കാരി അവിടെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. എന്നാലും നമുക്ക് വേഗം പോയി സേഫ് കീ എടുത്ത് സേഫ് തുറന്നു നോക്കാം. ഇല്ല ഗൈസ് ഇവിടെ ആരുമില്ല. ഓൾ ക്ലിയർ, ഓവർ. ഓക്കെ സോ ഇനി നമുക്ക് നമ്മുടെ സേഫ് കീ കിട്ടിയിട്ടുണ്ട്. നമുക്കത് വേഗം പോയി സേഫ് തുറക്കാം. സോ നമ്മൾ ഏകദേശം മറ്റേ എവിടെയായിരുന്നു റൂം? ഇവിടെയായിരുന്നു. ഓക്കെ ഓർമ്മയുണ്ട്. കിട്ടി. ഓക്കെ ഗൈസ് പുള്ളിക്കാരി തന്നെ മുഖം കഴുകുന്നു. സത്യമായിട്ട് എൻ്റെ അമ്മോ. സത്യം പറഞ്ഞാൽ എൻ്റെ കിളി പോയി. എന്നാലും ഞാനും കൂടി വരട്ടെ മൂളൂസേ മുഖം കഴുകാൻ. അയ്യോ കണ്ടു. അയ്യോ ഞാൻ സേഫ് തുറക്കാൻ വന്നതാണേ. അയ്യോ ഓക്കെ ഗൈസ് പുള്ളിക്കാരി പോയിന്ന് തോന്നുന്നു. നമ്മളടുത്ത ഗൈസ് കളി നമ്മൾ മറ്റേ ഫ്രിഡ്ജ് എന്നൊക്കെ ലിഫ്റ്റ് കയറി വന്നിട്ട് ഇതാണ് കയറുന്നില്ല. ഓക്കെ നമുക്ക് ലിഫ്റ്റ് കയറി വന്ന് അവിടുന്ന് ചാടി പോയിട്ട് നമുക്ക് ആ സേഫ് കീ തുറക്കാൻ നോക്കാം. ഓക്കെ എന്തെങ്കിലും കാര്യമായിട്ട് എന്തെങ്കിലും കിട്ടാതിരിക്കൂല. സേഫ് കീ അങ്ങനെയാണല്ലോ, സേഫ് ആയിട്ടുള്ള കാര്യങ്ങളാണല്ലോ നമ്മൾ സേഫ് കീനകത്ത് വെക്കുക. സോ അക്കോർഡിംഗ് ടു ഫിസിക്സ് അയ്യോ നമുക്ക് സേഫ് കീ തുറന്നു നോക്കാം. എന്നാലും അമ്മച്ചി അവിടെ പോയി കാണും. എന്നാലും മുഖം കഴുകുന്ന വിറ്റായി. സോ നമുക്ക് നമ്മുടെ സേഫ് തുറന്നു നോക്കാം. ഇതിനകത്ത് ജനറേറ്റർ കേബിൾ ഇത് കിട്ടിയിട്ട് എന്താക്കാനാ കാശ്? അല്ല അപ്പം ലിഫ്റ്റൊക്കെ മറ്റേ ഇതിനെ ആയിരിക്കില്ലേ, ഗേറ്റ് എസ്കേപ്പിനെ. എന്തായാലും സംഭവം പോയി. ഓക്കെ നമുക്ക് ഇനി അടുത്ത എന്തെങ്കിലും പരിപാടി നോക്കാം. ഓക്കെ ഗൈസ് അപ്പം ഇനി നമുക്ക് വേണ്ടത് നമ്മുടെ മാച്ച് സ്റ്റിക്ക്. തീപ്പെട്ടിക്കൊള്ളിയാണ് വേണ്ടത്. ഓക്കെ സോ അതിനി എവിടുന്നേലും ഒപ്പിക്കണോ? സോ അത് നമുക്ക് എവിടുന്നേലും ഒപ്പിക്കാം. പിന്നെ നമുക്ക് നമ്മുടെ ഇത് കിട്ടിയിട്ടുണ്ട്, നമ്മുടെ വിറക് കിട്ടിയിട്ടുണ്ട്. തീപ്പെട്ടി മാത്രം മതി. വലിയ ഉപകാരം, ബ്രിഡ്ജ് ഗ്യാങ്ങൊക്കെ. ഓക്കെ സോ നമുക്ക് തീപ്പെട്ടിയാണ് നമ്മൾ അന്വേഷിക്കണേ. 2000 years later. നമ്മളിങ്ങനെ തീപ്പെട്ടി അന്വേഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം അതാരെ വന്നേ നോക്കൂ, കിച്ചിക്കെള്ളി. ഓക്കെ സോ അപ്പം പുള്ളിക്കാരി എന്നെ കണ്ടു, പക്ഷേ നേരത്തെ പോലെ ഇങ്ങോട്ടൊന്നും വരുന്നില്ല. അവിടെയൊക്കെ ചുറ്റിത്തിരിഞ്ഞ് നിൽക്കുകയാണ്. സോ അതുകൊണ്ട് എനിക്ക് വിഷമമായി. ഞാൻ ഇവിടെ വിളിച്ചിരിക്കാം. പുള്ളിക്കാരി പോയിണ്ടാവും. നമുക്ക് പോയി നോക്കാം പോയോന്ന്. അയ്യോ പോയില്ലേ? എന്നാൽ നമുക്ക് വീണ്ടും വിളിച്ചിരിക്കാം. സോ എന്നിട്ട് നമുക്ക് ചിന്തിക്കാം എവിടെ ഉണ്ടാകുന്നു നമ്മുടെ തീപ്പെട്ടി. ആൻഡ് ഇത് ഏതിട്ട് കയറിയടാ? ഇങ്ങനെ സ്ക്വയറിലൊക്കെ വല ഇട്ട് വെച്ചേക്കണേ. വെറൈറ്റി ഇട്ട് കയറിയാണല്ലോ ഗായ്സ്. നമ്മൾ നൈസായിട്ട് നമ്മുടെ കോയിൻ എടുത്തിട്ടു. ഓക്കെ ഇനി നമുക്ക് അതും വെച്ച് നമ്മുടെ താഴേക്ക് പോവാം. ലിഫ്റ്റ് ഗായ്സ് ആദ്യമായിട്ട് നമ്മൾ ലിഫ്റ്റിൽ കയറാൻ പോവാണ്. ആദ്യമായിട്ടല്ല രണ്ടാമത്തോട്ടാണ്. നമ്മൾ ആദ്യം മറ്റേ വേറെന്തോ ആവശ്യത്തിന് വേണ്ടി അമ്മച്ചിനെ കണ്ടപ്പോഴൊക്കെ കണ്ടം വഴി ഓടാൻ വേണ്ടി കയറിയായിരുന്നു. ഓക്കെ ഇനി നമുക്ക് താഴേക്ക് ഇറങ്ങാം. സോ ഇതെവിടെ? താഴെയാണല്ലോ സാധനം കൊണ്ടുവരണ്ടേ. അപ്പം നമുക്ക് താഴേക്ക് തന്നെ പോവാം, ഏറ്റവും താഴേക്ക് പോവാം. ഓക്കെ നമ്മൾ താഴെ എത്തിട്ടോ. ഓക്കെ ഞാൻ കണ്ട ഗൈസ് എൻ്റെ മോനെ ഇതാരായി പോണേ? നൈസിന് പോവാം. നമുക്ക് വേറെ ഒരു കാര്യം ചെയ്യാൻ ടിക്കറ്റ് വാങ്ങിയേക്കാം. ഇല്ലെങ്കിൽ ഇപ്പം നമുക്ക് വേറെ എങ്ങോട്ടെങ്കിലും ടിക്കറ്റ് കിട്ടും. കണ്ട ഗൈസ് അപ്പം ആ റോബോട്ടിന് ഒരു പ്രശ്നമില്ല. നമ്മളൊക്കെ പോവുകയാണെങ്കിൽ ഒച്ചയായി വിളിയായി. സോ ഇതിനിടയിൽ നമുക്ക് വേറൊരു കാര്യം ചെയ്യാം. നമുക്ക് വേഗം പോയിട്ട് നമ്മുടെ മാച്ച് ബോക്സ് വെപ്പാം. കാരണം പുള്ളിക്കാരി താഴെ ഭയങ്കര ബിസി ജോലിയിലാണ്. ആക്സിലേറ്റർ കിട്ടി.
സോ ടിക്കറ്റായി, ആക്സിലേറ്ററായി, ട്രെയിനിൻ്റെ കീ ആയി. ഇനി നമുക്ക് വേറെ എന്തോ ഒരു സാധനം കൂടി വേണം. ഐ മീൻ നമ്മുടെ ഇലക്ട്രിക് സ്വിച്ച് വേണം. സ്വിച്ച് എന്ന് പറയുമ്പോൾ നമ്മൾ ഈ മെയിൻ സ്വിച്ച് പോലത്തെ വലിക്കുന്ന ഒരു പരിപാടിയൊക്കെ ഉണ്ട് ഇതിനകത്ത്. ഗൈസ് അങ്ങനെ നമ്മൾ ഏകദേശം എല്ലാവരും മരിച്ചു പെറുക്കി. പക്ഷെ നമുക്ക് എന്നിട്ട് ആ തീപ്പെട്ടി കിട്ടിയില്ലെന്നേ. ശേ, അതാണ് ഗൈസ് നമുക്കൊരു സുഖമില്ലാത്ത. ഓക്കെ, എവിടെ പോയി? എവിടെ ഗൈസ്? തീപ്പെട്ടിയാണ് നീ കിട്ടുക. അഞ്ചാ മോനെ, പുള്ളിക്കാരുടെ വടിയും ചോദിച്ച് വരണ്. ഓക്കെ ഗൈസ്, നമുക്ക് വളരെ ഒരു ടാക്ടിക് മൂവാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. കറക്റ്റ് ആ ടൈമിൽ. യെസ്. അയ്യോ മറ്റേ ഗൈസ് എൻ്റെ അമ്മോ ഗൈസ്, മറ്റേ കാല് പിടുങ്ങുന്ന സാധനമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. മറ്റേ ഈ നമ്മൾ എലീനെയൊക്കെ പിടിക്കാറില്ലേ, അതുപോലത്തെ ഒരു സാധനം ഇടുന്നല്ലോ പുള്ളിക്കാരി. ആ പുള്ളിക്കാരി അതവിടെ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ എങ്ങനെയൊക്കെയോ ജസ്റ്റ് മിസ്സാണ്. എന്തായാലും ആവട്ടെ, നമുക്കിനിപ്പോൾ മറ്റേ ടിക്കറ്റൊക്കെ കൊടുത്ത് ഇനി ട്രെയിനിൽ കയറി പോവാലോ. ഹയ്യട ഹയ്യോ. റോബോട്ടെ, ടിക്കറ്റ് പിടിച്ചോ. വാതിൽ തുറക്കടേ. ഓക്കെ, പുള്ളിക്കാരൻ പോയി വാതിലൊക്കെ തുറക്കുന്നുണ്ട്. നമുക്ക് എന്തായാലും ആവട്ടെ, നമുക്ക് വേറെന്തോ ഒരു പണിയുണ്ട് ഗൈസ്, ഞാൻ പറഞ്ഞുതരാം. ഫ്യൂസ്. ഓക്കെ, സോ നമ്മൾ പുള്ളിക്കാരനെ വിളിച്ച് വരുത്തിയിട്ടുണ്ട് കേട്ടോ. ഗൈസ് ഇവരാണെങ്കിൽ അരവണക്കുപ്പി വരെ കുറേ കുപ്പിയെ കിടപ്പുണ്ട്. സോ നമുക്കാണെങ്കിൽ നമ്മുടെ പുള്ളിക്കാരനെ വെയിറ്റ് ചെയ്യാം, മുളുസിനെ വെയിറ്റ് ചെയ്യാം. A few moments later. ഗൈസ് എൻ്റെ മോനെ ഗൈസ്, അവസാനം നമുക്ക് നമ്മുടെ ഇത് കിട്ടിയിട്ടോ, മാച്ച് സ്റ്റിക്ക് കിട്ടി. ഐ മീൻ തീപ്പെട്ടിക്കൊള്ളി കിട്ടി. ഹോ, സമാധാനമായിട്ടോ. ഞാൻ കുറേ കാലങ്ങളായി, ആഴ്ചകളായി ഞാൻ ഇത് തപ്പി നടക്കണേ. അയ്യോ, സംഭവം ഇതിപ്പോൾ നിങ്ങൾ കാണുമ്പോൾ 10-15 മിനിറ്റൊക്കെ ഉണ്ടാവുള്ളൂ. ഞാൻ റെക്കോർഡ് ചെയ്തിട്ട് ഏകദേശം 1 മണിക്കൂറായി. അതിൽ കുറേ സമയം തപ്പി നടന്ന് പോയി. പക്ഷേ ഞാൻ നേരത്തെ അവിടെ നോക്കിയാൽ മതിയായിരുന്നു. സത്യം പറഞ്ഞാൽ പാവം കാക്കാട്ടോ, മൂട് പുള്ളി പോയി കാണും അതിൻ്റെ. ഓക്കെ, നമുക്ക് നമ്മുടെ ഷെഡിൻ്റെ കീ കിട്ടിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. നമുക്ക് ഷെഡ് എവിടെ ഇരുന്നത്? ഇതേ മിനി അധികം എത്തി നോക്കിയാൽ ചിലപ്പോൾ മേലോട്ടെത്തും. ഞാൻ നൈസായിട്ട് ഇവിടെ വലിച്ചെറിയാന്ന് വിചാരിച്ച്. സോ നമ്മൾ നേരെ താഴോട്ട് ഇറങ്ങി. ആൻഡ് ഗൈസ് എൻ്റെ ഗൈസ്, സത്യം പറഞ്ഞിട്ടുണ്ടല്ലോ എന്തോ ഒരു ഭാഗ്യം ഗൈസ്. നമ്മൾ എപ്പോൾ പോകുമ്പോൾ അമ്മച്ചി തിരിഞ്ഞാൽ നിൽക്കണേ. അതുകൊണ്ട് നമുക്ക് ഓടാനുള്ളൊരു ഗ്യാപ്പ് കിട്ടുന്നത്. നമ്മുടെ മുന്നിലാണെങ്കിൽ നമുക്ക് ഓടാനുള്ളൊരു ഗ്യാപ്പ് കിട്ടൂല. എന്തായാലും നമ്മൾ ഇവിടെ മറ്റേ വീണ്ടും നമ്മൾ മേലോട്ടേക്ക് എത്തി. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ നമ്മുടെ ട്രെയിനിൻ്റെ ആക്സിലേറ്റർ പിടിപ്പിച്ച്, അമ്മച്ചിനെയൊക്കെ കളത്തി വെട്ടി നമ്മൾ ആക്സിലേറ്റർ പിടിപ്പിച്ച് ഇനി നമുക്ക് വേഗം പോയി നമ്മുടെ ട്രെയിനിൻ്റെ കീയും കൂടി പിടിപ്പിക്കാം. ഓക്കെ, കാരണം അതിനുണ്ട് നമുക്ക് വേഗം കിട്ടിയായിരുന്നു. ഇനി നമുക്ക് ഷെഡ് വന്നിട്ട് ഷെഡിൻ്റെ അകത്ത് എന്താ ഉള്ളത് നോക്കാം. എന്നിട്ട് അതിനനുസരിച്ച് നിങ്ങൾ ഗൈസ് ഷെഡിൻ്റെ അകത്ത് മറ്റേ ഇലക്ട്രിക് മെയിൻ സ്വിച്ച് ഉണ്ടെങ്കിൽ നമുക്ക് സുഖമായിട്ട് കിട്ടുമായിരുന്നു. ഓക്കെ, അതായിരിക്കും മിക്കവാറും. എന്തായാലും നമുക്ക് പോയി നോക്കാം. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് ഷെഡിൻ്റെ ഉള്ളിൽ എന്താ കിട്ടുന്നതെന്ന് നോക്കാം. ഷെഡിന് നമുക്ക് ടെഡ്ഡി ബിയർ. അയ്യോ, ടെഡ്ഡി ബിയർ മാത്രമേ ഉള്ളൂ. അപ്പം ഇനി മറ്റേ പാഡ്ലോക്കിയൊക്കെ വേണ്ടി വരുമല്ലേ. അങ്ങനെ നമ്മൾ ടെഡ്ഡി ബിയറിനെ കൊണ്ട് നമ്മുടെ സെൻറ്ററിനെ നമ്മുടെ തൊട്ടിലടുത്തേക്ക് നിന്ന് തൊട്ടിലിൽ മറ്റേ ടെഡ്ഡി ബിയർ കൊണ്ട് ഇടണമല്ലോ. അപ്പോൾ നമുക്ക് ഇതുകൊണ്ട് ഇടാം. ഓക്കെ, അയ്യോടാ, ഒന്നും കൂടി നോക്കാം. ഓക്കെ, ഐസ്. അയ്യോ, സെൻറ്റിമെൻ്റൊക്കെ എൻ്റെ പൊന്നു പൊന്നുമ്പോൾ സെൻറ്റിമെൻറ്റ്സ് ഇറക്കാത്ത സാധനം കൊണ്ടാണ്. അയ്യോ, ഇനിയിപ്പോൾ നാളെ ആവും. എവിടെടേ? കിട്ടി. എന്താ പാഡ്ലോക്ക് കീ. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ നമ്മുടെ ഇതെടുത്തിട്ട് നമ്മുടെ എന്താണ് ഈ കവണ എടുത്തിട്ട് അയ്യോ അതെന്ത് പറ്റി? അയ്യോ സീനേ. ഓക്കെ ഓക്കെ ഓക്കെ, കയറി അടിച്ച് മാറ്റി, കുപ്പി തട്ടി ഇട്. ഫുള്ള് ടെൻഷൻ. ഓക്കെ, ഒരു കുപ്പി കിട്ടി. ഇനി അടുത്ത കുപ്പി നോക്കാം. സൂക്ഷിച്ചടിക്കണം. സൂക്ഷിച്ച്. ഒരുണ്ട പോയി. ഇനി അടുത്ത നോക്കാം. ഓക്കെ, അതെങ്കിലും കിട്ടിയാൽ പിന്നെ വീണ്ടും കല്ലൊക്കെ പെറുക്കണം. അയ്യോ കിട്ടി. ഓക്കെ, അപ്പോൾ നമ്മളെ കുടം എടുത്ത് നമുക്ക് വെള്ളം കിട്ടി. ഇനി നമ്മളെ വെള്ളം കൊണ്ട് അവിടെ വയ്ക്കാം. ഓക്കെ, നമുക്ക് നമ്മുടെ ഈ വെള്ളം ഇവിടെ വയ്ക്കാം. അപ്പോൾ ഏകദേശം റെഡിയാവും. ഒരെണ്ണമായി. ഇനി അറ്റതും കൂടി കിട്ടിയാൽ മതി, സമാധാനമുണ്ട്. ഓക്കെ, സോ നമുക്കിനി അടുത്ത് കുപ്പി എടുക്കാൻ പോവാം. അമ്മച്ചി, ഞാൻ പാവുകയാണെങ്കിൽ എന്നെ തല്ലല്ലേ. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് നമ്മുടെ ഇലക്ട്രിക് സ്വിച്ച് ഏകദേശം കിട്ടാനായിട്ടുണ്ട്. ഓക്കെ, സോ നമുക്ക് നോക്കാം. സാധനം അത് അവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ. സാധനം കിട്ടി. നമുക്ക് നേരത്തെ നമ്മൾ മറ്റേ വെള്ളക്കുട കൊണ്ട് വെച്ചപ്പോൾ കിട്ടി. ഗൈസ്, ഇനിയാണ് നമ്മുടെ കളി. ഓക്കെ, നമ്മളെ മാത്രമല്ല നമ്മളെ അമ്മച്ചീനെയും കൂടി കൂട്ടിയിട്ടാണ്. അയ്യോ, പെട്ട് ഏത് സമയത്താണോ ഇതിനൊക്കെ. ഓക്കെ, സോ അപ്പോൾ ഏകദേശം ഭൂരിഭാഗം പ്രശ്നങ്ങളും തീർന്ന് നമ്മളിനി അമ്മച്ചിനെ വെയിറ്റ് ചെയ്യാണ്. ഓക്കെ, സോ അമ്മച്ചി വന്ന ഉടൻ നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് പോകും.
നമ്മൾ പോകുമ്പോൾ അമ്മച്ചിനെയും കൂടി കൂട്ടിയിട്ടാണ് പോകുന്നത്. ഓക്കെ, അമ്മച്ചി അമ്മച്ചി. ഗൈസ് അമ്മച്ചി എത്തി. ആ പുസ്കു അതാ അതാ തല ഇറങ്ങി. അമ്മച്ചി അപ്പൊ ടാറ്റ പോവാം. വാ കമോൺ ഗൈസ്. അങ്ങനെ നമ്മൾ അമ്മച്ചിനെയും തട്ടിക്കൊണ്ട് പോവാണ്. അയ്യോ ഡോറിൻ്റെ ഇടയിൽ കുടുങ്ങി. സാരമില്ല, ജീവനോടെ കിട്ടുമായിരിക്കും. അടങ്ങിയിരിക്കുക കേട്ടോ. ഓക്കെ, സോ ഗൈസ് നമുക്ക് പോവല്ലേ. ഗത്തം ടാറ്റ. ഓഹോ സന്തോഷം കൊണ്ടിരിക്കും. എന്തൊക്കെയോ അവള്. അയ്യോ ഐസ് അമ്മച്ചിന്റെ ബാറ്റൊക്കെ അതാ അവിടെ. അമ്മച്ചി നോക്കി പിടിച്ചിരിക്കണേ. നമുക്ക് പോകണ്ടാണ്. ഓക്കെ, ജയിച്ചു, നമ്മൾ ജയിച്ചു. അയ്യോ ഗൈസ് അമ്മച്ചി അമ്മച്ചി കേറിയില്ലേ? അയ്യോടാ, ഞാൻ ഗൈസ് കഷ്ടപ്പെട്ട് കയറ്റിയതായിരുന്നു. അതെന്നാ പരിപാടി അടവും. മോളെ കൂടി കൂട്ടിയിട്ട് കയറണ്ടേ.